ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലെ വക ഈദ് മുബാറക്. അപ്പോൾ നമ്മൾക്കിന്ന് ഈദ് നമ്മുടെ കുടുംബ വീട്ടിൽ വെച്ചാണ്, ഇക്കാൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേക്കും സിമി ഇവിടെ ഇടിയപ്പമൊക്കെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പായസത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇത് വാപ്പിയുടെ ഗോൾഡൻ ഡ്രാവർ. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും കഴിക്കാം. കിട്ടുന്നില്ല. നല്ല രസമുണ്ട്. ഓ മൈ ഗുഡ്നസ്, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ അത് നല്ല രസമുണ്ട്. നിങ്ങൾ വെള്ളയായിട്ട് വന്നപ്പം ഡ്രസ് ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഹൈസോണിന്റെ ഡ്രസ്. ക്രോപ്പ് ഉടുപ്പ് കേട്ടോ. അതിന് നല്ല കണ്ടില്ലേ എങ്ങനുണ്ട്? അങ്ങനെ നമ്മുടെ ഹൈസൂട്ടിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഹൈസു എങ്ങനുണ്ട്? ഹൈസുവിന്റെ ഡ്രസ് പറ. പനിയൊക്കെ ആയിരുന്നു, ഒരുവിധം സെറ്റ് ആയത് കേട്ടോ. ഐസുവിന്റെ ഓർഗാനിക് ലിപ് ബാം ആണ്. അങ്ങനെ ഹൈസുവിനെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസു സുന്ദരിയായിട്ടുണ്ട്. അടുത്തത് ഹൈനൂസ് ആണ്. കുറച്ചുണങ്ങി എന്നാൽ ഇത്തിരി ഉണങ്ങാനുള്ളൂ. ഗൈസ്, നമ്മുടെ ഹൈസൂട്ടി ഇന്നലെ വന്ന് വാങ്ങി എന്നെ കൊണ്ടുപോയി കുറെ പൊട്ടിച്ചേക്കാം. ഫാൻസി അങ്ങോട്ട് ഇത് കണ്ടില്ല ഗൈസ്, എന്താ രസം നോക്കാം. എന്താ ഭംഗിയല്ലേ? ഇന്നലെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച നാളെ ഏറ്റവും ഉണ്ടാവില്ല. പെട്ടെന്ന് അടുത്തേക്ക് എന്നെയും കൊണ്ട് നൈറ്റ് പിന്നെ കൊണ്ടുപോയി ഫാൻസി ഷോപ്പിൽ നിന്ന് കുറേ
കുറെ വാങ്ങിച്ചേ അതിന്റെ കൂടെ ഈ ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പക്ഷെ ഇട്ടിട്ട് എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒത്തിരി വലിപ്പമില്ല അവിടെ. അതിന് വലിയ ആവശ്യമില്ല. ടൗണിലൊക്കെ ഞാൻ ഇതിൽ ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള അതുകൊള്ളാം. ഗൈസ് ഇതെങ്ങനെയുണ്ട്? സിമ്പിൾ തന്നെ. ഇനി ഇതാ 2 ബോളുണ്ട്. ഇതിൽ ഏത് വേണം? ഇതെനിക്കുണ്ട് അല്ലേ? മുട്ടുമായി കൂടി ഞാൻ കെട്ടിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇപ്പം ജസ്റ്റ് ഞാൻ ഉണക്കിയാലും ഇങ്ങനെ ഞാൻ കിടക്കുന്നത്. ഇതല്ലേ നല്ലത്. ഇപ്പോഴും കെട്ടി വെച്ചിട്ടുള്ളതാണ്. ഭയങ്കര ഹാപ്പിയിലാണ്. അങ്ങനെ നമ്മൾ സുന്ദരിക്കുട്ടിയായി. എങ്ങനെയുണ്ട് എന്റെ ഹൈസ്കൂട്ടിയെ കാണാൻ? നമ്മുടെ ഹൈസ്കൂട്ടി അടിപൊളിയല്ലേ? ഇനി അടുത്ത ആൾ കഴിഞ്ഞ് വരും. നമ്മുടെ ഐനൂസ് എടുക്കാൻ പോവാണ്. നമ്മുടെ ഐനൂസ് വന്നിരിക്കുകയാണ്. എപ്പോഴും അല്ലേ ഗൈസ് ഐനൂസിന്റെ മേക്കപ്പ്. രണ്ടുപേരും കീരിയും പാമ്പുമാണ്. യുദ്ധമാണ്. അനിയത്തി ജനത്തിന്റെ യുദ്ധമാണ്. വഴക്കല്ലോ. അപ്പം ഭയങ്കര സ്നേഹമാണോ? ഭയങ്കര സ്നേഹമാണോ എപ്പോഴും? സത്യം പറയേ, ഭയങ്കര സ്നേഹമാണോ അവിടെ വഴക്കുന്നത്? കൊണ്ടുട്ടാ അതിൽ അത് ഫുള്ള് ഇടണ്ടാണ് ഞാനൊക്കെ ഫുള്ള് എന്ത് വേണം നിനക്ക്? ഒന്നില്ലേ കണ്ണിലാക്കാൻ കണ്ണിലേക്ക് ഇഷ്ടമല്ല. പിന്നെന്ത് വേണം? കമ്മൽ തരാം. കുഞ്ഞു കമ്മൽ വെച്ചിടാം. ചെറിയ ജസ്റ്റ് ഒരു ആട്ടാണ്. അത് കണ്ടപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ മതി. എനിക്കിത് ഇട്ട് തരണേ കേട്ടോ. അങ്ങോട്ടെങ്കിലും പോകും. ഇതൊക്കെ ഇടാലോ. ഇല്ലോ എന്താ അതിനകത്ത് എടുക്കുന്നത് അത് മാത്രമേ കഴിക്കാൻ ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ. അതിനകത്ത് എന്തെടുത്താലും അത് തന്നെ വേണം. അവർക്ക് മേടിക്കുന്നതല്ല വേണ്ടത്. നമ്മൾ എന്താണ് അതിനകത്ത് മേടിക്കുന്നത് അത് മാത്രം. കസില്ല ഇതെല്ലാം ഇന്നലെ എന്നെ കൊണ്ട് വേറെ വാങ്ങിപ്പിച്ച. അങ്ങനെ ഐഷാടക്കിയിട്ട് അപ്പോൾ ഉള്ളതാ സിമി വന്നു. സിമി ഫോട്ടോ എടുക്കാൻ വിളിക്കാൻ വന്ന കേട്ടോ. ഇവിടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ഷുഗറാ? ഇറങ്ങിയതേ ഉള്ളൂ. നന്നായിട്ട് ഉണങ്ങിയില്ല. ഒത്തിരി ഞാനിട്ട് ഡ്രയർ അങ്ങനെ ഉപയോഗിക്കില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാറുള്ളൂ. നാച്ചുറലി ഉണങ്ങുന്നതല്ലേ നല്ലത്. നല്ല ചൂടാ. അങ്ങനെ നമ്മുടെ കുറുമ്പത്തികള് ഒരുങ്ങി ഇറങ്ങിയേട്ടാ. ഇതാണ് ലാസ്റ്റ് അവരുടെ മേക്ക് ഓവർ. നമ്മുടെ മുന്തിരി അതിനാടെ മുടിയും കൂടെ കൊണ്ടുപോയി കേട്ടോ. ഇനി നമുക്ക് ആ കുടുംബത്തോട്ട് പോവാം.
അടിപൊളിയാണല്ലോ. കുടിച്ചിട്ട് കുടിച്ചിട്ട് ഞാൻ കുടിച്ചോളാം ബാക്കി. ഫോട്ടോ അല്ലേ മതി, വീഡിയോ വാ. ഞാനെടുക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ തറവാട്ടിൽ നിൽക്കുകയാണ്. വാടാ. ലഞ്ചിനുള്ള സമയമായി. ഈ പ്രാവശ്യം നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. ഗായ്സ്, ഇന്ന് നമ്മളെ വീട്ടിലുള്ളത് മട്ടൻ ബിരിയാണിയാണ്. ഇത് കുഴിമന്തി. നല്ല ടേസ്റ്റാ. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം കളിയായിരുന്നു. പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കേരളോട്ട് പോകാൻ പോവാണ്. കായോ അപ്പം ഇതാണെങ്കിൽ വാപ്പാന്റെ വീട്ടിലായിരുന്നു. അടുത്ത നമ്മൾ പോകുന്നത് ഉമ്മീന്റെ വീട്ടിലാണ്. വായോ. മാമാടെ കടയുടെ മുന്നിലെത്തി. ഇവിടെ വരുമ്പോൾ എപ്പോഴും മിഠായി പടിയുള്ളതാട്ടോ. ഈദ് മുബാറക് റെഡി പൈസ. ഈദ് മുബാറക്. ഈദ് മുബാറക്. അങ്ങനെ വീട്ടിലെത്തി.
ഇനി വീട്ടിലെ വിശേഷങ്ങൾ കാണാം. വന്നതിന് ശേഷമുള്ള നേരെ ഫോട്ടോഷൂട്ടിലേക്കായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നീട് നമ്മുടെ വീട്ടിൽ നിറയെ നമ്മുടെ കസിൻസ് എല്ലാവരും വന്നു. ഈദായതുകൊണ്ട് എല്ലാവരും വരുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു. അവരുമായിട്ടൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പ്ലീസ് ഞാനൊരു ഉമ്മ എടുത്തേ. അത് തേങ്ങയാ. അത് തേങ്ങയല്ലേ? അല്ലാതെ ചക്കയാണ്. അല്ലാതെ ചക്ക. കറക്റ്റായിട്ട് ഐനൂസും വന്നു. മാറ്റാം ഫോട്ടോഷൂട്ട് നൈറ്റ് ഞാനും ഇക്കായും വീട്ടിലോട്ട് പോകാൻ പോവാ കേട്ടോ. എന്താണെന്ന് അറിയില്ല, രണ്ടുപേരും വരുന്നില്ലെന്നായി. പിന്നെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അന്നേരമാണ് ഇവിടെ ഉമ്മയുടെ ബഹളം, ചുംബന സമരം തന്നെയായിരുന്നു. നോക്കുവോ? അയിനായ നോക്കൂ. ഇവിടെ നിർത്തിയിട്ട് പോട്ടെ. ഹൈസുനെ അയിനായ നോക്കുവോ? എങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ മിടുക്കാൻ. മാമിയെ നോക്കുവോ? നോക്കൂ.